ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ ഞാൻ ഭൂരിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചായക്ക് കടിയായിട്ട് നമ്മുടെ ഭൂരിയൊക്കെ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് പൊന്തി വന്ന ഭൂരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഗ്രീൻ പീസ് കൊണ്ട് കുറുമക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രീൻ പീസിൻ്റെ കുറുമക്കറിയും നമ്മളെ ഭൂരിയൊക്കെ നല്ല കോമ്പിനേഷനായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അങ്ങനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് വിളമ്പുകയാണ് മോന് പോകുമ്പോഴത്തേനും കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മോനിക്ക് ഗ്രീൻ പീസ് കറിയും ഭൂരിയും ചായയൊക്കെ ആയിട്ട് റെഡിയാക്കിയിട്ട് കൊടുത്തു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ മോനെ ഒരുക്കിയിട്ട് അവന് നഴ്സറിയിൽ പറഞ്ഞേക്കാൻ തുടങ്ങിയാണ്. ഒന്ന് തിരിഞ്ഞ എൻ്റെ ബാഗ് ഒന്ന് കാണിച്ചു തന്നെ. തിരിഞ്ഞ സ്പൈഡർമാൻ്റെ ബാഗില്ലേ. ടാറ്റാ ടാറ്റ. അങ്ങനെ നമ്മൾ നഴ്സറിയിലേക്ക് പോവുകയാണ്. നഴ്സറിയിലേക്ക് പോകുന്ന ഞങ്ങളുടെ വഴിയാണിത്. ശ്രീ പുഷ്കരം എന്നാണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ നമ്മൾ നഴ്സറിയിലെത്തി. അപ്പോൾ നമ്മുടെ ഷൂവൊക്കെ നമ്മൾ അയച്ചിട്ട് അവിടെ ഒരു ഷൂ റാക്ക് ഉണ്ട്, അതിൽ അയച്ച് വെക്കണം. എങ്ങനെ ഇന്ന് കുട്ടികളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ, കുട്ടികളൊന്നും അധികം വന്നിട്ടില്ല. അപ്പോൾ മോനെ അവിടെ ആക്കിയിട്ട് നമ്മൾ ബാഗൊന്ന് ചോറ്റുപാത്രമൊക്കെ മാറ്റി പുറത്ത് വെച്ച് കൊടുക്കണം. ഈ ചക്ക പഴുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വരട്ടിയെടുക്കാം എന്ന് വിചാരിച്ചു. ഇനി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഴുത്തിട്ട് കിടന്നു പോകും. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വരട്ടിയെടുക്കാം. അതിന് വേണ്ടി ഇത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വണ്ണം പഴുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചക്ക. ഇതിൻ്റെ കുരുവൊക്കെ വേർതിരിച്ചെടുത്ത് 2 അച്ച് ശർക്കരയിട്ട് കുക്കറിലിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ നല്ല വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുത്തപ്പോൾ ഇതുപോലെയുണ്ട്. അപ്പോൾ ആ കുക്കറിൽ നിന്നും നമ്മൾ മാറ്റിയിട്ട് ഒരു ചട്ടിയിലേക്ക്, അടിചുവട് കട്ടിയുള്ള ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളവും ക്വാണ്ടിറ്റിയൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് തന്നെ വെക്കുക, ഗ്യാസിലൊന്നും വെച്ചാൽ നമുക്ക് മുതലാവില്ല. അത്രയും നേരം ഇത് വറ്റി കുറുകി നമ്മൾക്ക് ചക്ക വരട്ടിയായി ഉണ്ടാവണമെങ്കിൽ ഇത്തിരി പ്രയാസമുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് കുറുകി ഉണ്ടാവട്ടെ. അടുത്ത എൻ്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോഴികളെ വിടുകയാണ്. അപ്പോൾ നമുക്ക് കോഴികളെ വിടാം. അത് അവരൊക്കെ ചാടി വീഴുന്നുണ്ട്. വലിയ ഒരു പൂവൻ കോഴിയും 2 പെടക്കോഴിയും ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഞാൻ മുമ്പ് വിട്ടിരുന്നു. ഇവർക്ക് ഞാൻ കയ്യിലൊക്കെ വെച്ച് തീറ്റ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ. അവരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കയ്യിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ശീലാക്കിയത് കൊണ്ട് അവർ നമ്മുടെ കയ്യിൽ വന്നിട്ട് സിമ്പിളായിട്ട് കഴിക്കും. അതുപോലെ തന്നെ കൂട്ടിൽ നിന്ന് എപ്പോൾ ഇറക്കിയാലും അപ്പം തന്നെ കൂട്ടിൽ കയറ്റണമെങ്കിൽ കൂട്ടിൽ കയറുക എന്ന് പറഞ്ഞൊരു വടി കൊണ്ട് വെറുതെ ഒന്നാട്ടി കൊടുത്താൽ മതി. അപ്പം തന്നെ അവർ കൂട്ടിൽ കയറും ചെയ്യും. അങ്ങനെ ഞങ്ങൾ രാവിലെയും വിട്ടിട്ട് കുറച്ച് നേരമൊക്കെ ഒരു പുറത്തേക്കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ കൂട്ടിൽ കയറ്റും. അത് കഴിഞ്ഞ് ഉച്ചരിഞ്ഞിട്ടൊന്ന് വിടുക. അങ്ങനെയാണ് വിടാറ്. ഇത് ചെറിയ കുട്ടികളാണ്, ഇത് 3 എണ്ണം ഉള്ളൂ. ഇവരെ വിടാറില്ല. ഇവർ ഇത്തിരി കൂടിയും പോന്നിട്ടേ വിടാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ വലിയ കോഴികൾ 3 എണ്ണം ഉണ്ടെന്ന്, ആ കോഴികളാണിത്. മോന് പേരക്ക വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുറ്റത്തുള്ള പേരക്കയിൽ നിന്ന് 2 പേരക്ക പൊട്ടിച്ച് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറിന് എന്തൊക്കെയുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ വെണ്ടക്ക തോരനാണ്, വെണ്ടക്ക മെഴുക്ക് വരട്ടിയാണിത്. നിങ്ങളവിടെയൊക്കെ എന്താ പറയുകയെന്ന് അറിയില്ല, തോരൻ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മുള്ളൻ പൊരിച്ചതാണ്, ഉണക്കമുള്ളൻ പൊരിച്ചതാണിത്. പിന്നെ നമുക്ക് ചോറിനുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ ചോറ്. ഇതിലാണ് ചോറ് ഊറ്റി വെക്കാറ്. അപ്പോൾ ഇതിനെ കയ്യിലിട്ടിട്ട് മൂടിയിട്ട് അങ്ങനെ വെക്കാറാണ്. നമുക്ക് പിന്നെ ഉള്ളത് സാമ്പാറാണ്. നമ്മുടെ ചക്ക വരട്ടിയൊക്കെ നല്ല വെള്ളമൊക്കെ വറ്റി
അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചക്കവരട്ടി ആയിരുന്നു. അപ്പോൾ ചോറൊക്കെ നമ്മൾ കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഉച്ചരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ വരുമ്പോഴത്തേനും കുറച്ച് പോക്കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. രാത്രി പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. നമ്മുടെ നേരത്തെ കാണിച്ച ചോറും മുള്ളൻ പൊരിച്ചതും നമ്മുടെ വെണ്ടക്കപ്പേരിയും സാമ്പാറും അതൊക്കെ തന്നെയാണ് ഞങ്ങൾ രാത്രിയും കഴിക്കുക. ഞങ്ങൾ 2 നേരത്തിന് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ നമ്മളുടെ ചോളപ്പൊരി നല്ല വണ്ണം പൊട്ടി വരുന്നുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. നിങ്ങളിൽ ആർക്കൊക്കെയാണ് ഈ ഒരു റൂട്ടീൻ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്. അസ്സലാമു അലൈക്കും.